ലോകത്തെവിടെ ഭീകരാക്രമണം ഉണ്ടായാലും അതിന്റെ ഒരു പേര് കേരളത്തിലുണ്ടാവും. ഒന്നല്ല, ചിലപ്പോൾ ഒന്നിലധികം പേരുകൾ ഉണ്ടാവും. ഇനി ഉഗാണ്ടയിൽ ഉണ്ടായാൽ പോലും അത് കേരളത്തിൽ അതിന്റെ പേരുകൾ ഉണ്ടാവും. ഈ അമ്മയുടെ ഗർഭപാത്രം പോലെ അത്രയും സുരക്ഷിതമാണ് ഭീകരവാദികൾക്ക് കേരളം എന്ന് പറയുന്നത്. നമ്മുടെ മൂക്കിന് താഴെ, നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന് മൂക്കിന് താഴെ ഭീകരവാദികൾ ഒളിച്ചാൽ പോലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇവിടെ വരും, ഒരു 5-6 പേരെ കൊന്നിട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവര് വീട് വാങ്ങും, വസ്തു വാങ്ങും, സുഖമായിട്ട് മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലും അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് വരുമ്പോൾ ഒരു 10 കൊലപാതകം ചെയ്തവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവാദിയോ ഒക്കെ എന്ന് നമ്മൾ അറിയുന്നത്. ഈ അൽഫല വന്നപ്പോഴും സാറുമായി ഞാനുമായിട്ടുള്ള ചർച്ചയിൽ സാർ അപ്പോൾ പറഞ്ഞതാണ്, തീർച്ചയായിട്ടും കാണും അതിന്റെ ഒരു പേര് കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ സംശയം ഇപ്പൊ സത്യമായിരിക്കുകയാണ്. കേരളത്തില് ഇതിന്റെ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കുറെ കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത്. പ്രധാനപ്പെട്ട 3 എണ്ണമാണ് കേരളത്തിലുള്ളത്. അതെവിടെയെന്ന് സാറ് തന്നെ പറയും. എങ്കിലും ഇപ്പോ സംസ്ഥാന ഇന്റലിജൻസ് ഇത് അന്വേഷിക്കുന്നത്, അതായത് ആഭ്യന്തര വകുപ്പ്, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇത് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ വാർത്തകൾ, മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് അതാണ്. ഇത്രയും നാളായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇവന്മാർ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം? എല്ലാത്തിൻ്റെയും ഉറവിടം കേരളമാണ്. ഇപ്പം വളരെ ആശ്ചര്യത്തോടുകൂടി കേരളക്കാർ കേൾക്കുന്നെങ്കിലും വളരെ ദീർഘമായിട്ട് ഈ 2014 അതിന് മുമ്പ് കോൺഗ്രസ് ഇരിക്കുന്ന കാലം തൊട്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം ശ്രദ്ധിക്കേണ്ടതായിട്ടും അത് വ്യാപിക്കുന്നതായിട്ടും അതിൻ്റെ ഉറവിടമുള്ളതുമായിട്ടുമുള്ള സംസ്ഥാനങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റിനായിട്ട് കാശ്മീർ, രണ്ടാമത് വരുന്നത് കേരളം, പിന്നെ മഹാരാഷ്ട്ര, കർണാടക ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം കാശ്മീരിനെ തുലനം ചെയ്യുമ്പോൾ കേരളം ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് തന്നെ വരും. മറ്റ് സംസ്ഥാനങ്ങളുടെ കൂട്ടല്ല. ഇവിടെ ഇതിൻ്റെ എല്ലാ ഉറവിടമുണ്ട്, ഇതിൻ്റെ ന്യായീകരണ തൊഴിലാളിയുണ്ട്. ആ തൊഴിലാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുന്ന എല്ലാ പാർട്ടിക്കാരുമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. മന്ത്രിയായിട്ടുള്ളവരുണ്ട്, MLA ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ ആരാന്ന് ഞാൻ പേരൊന്നും വ്യക്തത വരുത്തി പറയുന്നില്ല, ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതിന് ഏറ്റവും സേഫ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ഇത് മൊത്തം ആലോചിക്കാൻ. ബോംബെ ഭീകരാക്രമണ കേസിനകത്ത് കേരളത്തിൻ്റെ ബന്ധം മനസ്സിലായിരുന്നല്ലോ, കാസർഗോഡിൻ്റെയും കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബന്ധം മനസ്സിലായിരുന്നല്ലോ. ബന്ധപ്പെട്ട ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ പേരുകൾ നമ്മൾ പറയാതെ പറഞ്ഞു വെച്ചതാണല്ലോ. അപ്പം അത്രയ്ക്ക് വലിപ്പത്തിലുണ്ട് കേരളത്തിൽ. അപ്പൊ ഇവിടെ വന്ന് ഇതെല്ലാം ഓപ്പറേറ്റ്, പ്രധാന വില്ലൻ തഹാവൂറാണ് കൊച്ചിയിലാണ് വന്നത്. ഞാൻ പറയാം, പ്രധാന വില്ലൻ കൊച്ചി വന്നതും അയാൾ ബന്ധപ്പെട്ടതും അയാൾ അന്നത്തെ കേന്ദ്രമന്ത്രിയായിട്ട് ഇരുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാ. അപ്പൊ അതൊക്കെ പിന്നെ ഞാനിപ്പോ അത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഇവിടെ വെച്ച് ഉണ്ടാക്കാം, ട്രെയിനിങ് കൊടുക്കാം, ക്ലാസ് കൊടുക്കാം, ഈവൻ എല്ലാം നടത്തിയിട്ട് ഇത് വടക്കേന്ത്യയിൽ അവർക്ക് പൊട്ടിക്കാൻ ഇഷ്ടം. മാത്രമല്ല ഇവിടെ ഇപ്പോൾ പൊട്ടിക്കുന്നുമില്ല. വടക്കേന്ത്യ പൊട്ടിക്കുന്നതിൻ്റെ അത്രയും ഗുണം ഇവിടെ കിട്ടത്തില്ല. മാത്രമല്ല ഇവിടെ ഇരുന്ന് പൊട്ടിച്ചാൽ ഇവിടെ അന്വേഷണ ഏജൻസി വളയുമല്ലോ. അന്വേഷണ ഏജൻസി വളഞ്ഞിട്ടുണ്ട്, അവർക്ക് അറിയത്തില്ല, വളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അവർക്ക് അറിയത്തില്ല, മര്യാദയ്ക്ക് വളഞ്ഞിട്ടില്ലെന്നാ, വളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിനെ എല്ലാം ന്യായീകരിക്കും കേരളത്തിൽ വോട്ടിന് വേണ്ടി. മാധ്യമങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകർ വന്നിരുന്ന് മലപ്പുറത്തെ കുറിച്ച് മിണ്ടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതെല്ലാം അവരാണ്. ഇതിന്റെ മൊത്തവും ഫണ്ടർമാരും സ്പോൺസർമാരും അല്ലെങ്കിൽ ഇതൊക്കെ നടത്തിപ്പുകാരും എല്ലാം അവർ തന്നെയാണ്. നമ്മളിത് വേറൊരു മുഖത്തിൽ നിന്ന് കാണുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കമന്റിന്റെ കാര്യം പറഞ്ഞു, ശങ്കരൻ കൊച്ചാട്ടൻ എന്ന് പറഞ്ഞ് തിരക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ യൂസഫും അല്ലെങ്കിൽ ഹുസൈനും മുഹമ്മദും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാണുന്ന പല മനോരമകളും പല മാതൃഭൂമികളും പല 24കളും അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളും ഒക്കെ ഇതിന്റെ പുറകിൽ ഈ ഫണ്ടല്ല ഇവരുടെയൊക്കെ തന്നെ. അപ്പൊ അവരാഗ്രഹിക്കുന്നത് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. അതിനപ്പുറം പറഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പൊ മനോരമയുടെ തന്നെ ഗതികേട് കണ്ടില്ലേ? മനോരമയ്ക്കകത്ത് ചില വാർത്തകൾ കൊണ്ട് മനോരമ ഇടുമായിരുന്നു, പറഞ്ഞ പത്രത്തിൽ പരസ്യം വേണോ, പണിയങ്ങ് നിർത്തിക്കണം. അപ്പം മനോരമ ഇപ്പം ഓക്കെ. അപ്പൊ ഇത് അപ്പം വാർത്തകൾ പ്രധാനപ്പെട്ട സോഴ്സ് അല്ലേ വാർത്തകൾ. എന്നേ വിലക്കെടുത്തു. ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, ദേശീയ മാധ്യമങ്ങളിൽ പലതും കൈകാര്യം ചെയ്യുന്ന ആരാ? ദേശീയ മാധ്യമങ്ങൾ പല ഇനി അന്താരാഷ്ട്ര രീതിയിൽ പോയി കഴിഞ്ഞാൽ UN കൈകാര്യം ചെയ്യുന്നവരായിരുന്നു. നേരത്തെ ഇസ്രായേൽ പറഞ്ഞ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു, UN സമാധാന ഇതുണ്ടല്ലോ, സമാധാന സേന, അതിനകത്ത് നിൽക്കുന്നവരല്ലേ ഹമാസുകാരെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്നവർ ഹമാസിന് വേണ്ടി പണിയുന്നു, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നു, അവരുടെ മറകിൽ ഞങ്ങളെ ആക്രമിക്കുന്നു. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് വന്നത് ഇപ്പൊ അന്വേഷിച്ച് വന്നു, അൽഫല സർവകലാശാല ഒന്നും അംഗീകാരമേ ഇല്ല.
അന്വേഷിച്ച് വന്നപ്പോൾ പ്രവർത്തിക്കുക. ഡോക്ടർമാർ 100, MD 50 എന്ന് വെച്ചാൽ അതിൻ്റെ മേളത്തെ പഠനത്തിലുള്ള ഒരു 50 സ്ഥിരമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 50% സംവരണം. നോക്കിയപ്പം വിദേശത്തുനിന്ന് ഈ ഫണ്ട് മൊത്തം വരുന്നത് അവിടെ പാവത്തങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കൊടുക്കുന്നു, ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ആദിവാസി മേഖല മറ്റ് സാധാരണ മേഖലയിൽ നോക്കിയാൽ അത് ഈ മുസ്ലിം ഇതര സംസ്ഥാനമല്ല സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഇവനൊക്കെ ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ പിന്നെ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പരിശോധിക്കേണ്ടി വരും. കാരണം സ്ഥിരമായിട്ട് സൗജന്യ ക്യാമ്പ് കൊടുക്കുമല്ലേ. ഇത്രയും നിഗൂഢമായിട്ടുള്ള കാര്യമാണല്ലോ അവിടുന്ന്. അവിടെ നിന്ന് ഇറങ്ങിയോ മൊത്തം ഇപ്പോൾ നോക്കിയപ്പോൾ എന്തോ അവിടെ നിന്ന് ഇറങ്ങിയോ മൊത്തം ഭീകരനാണ്. ഡോക്ടറുടെ രൂപമാണെന്നുള്ളത്, ഡോക്ടറുടെ പേരാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവന്റെ ഏറ്റവും അവസാനം ഇപ്പം തന്നെ നമ്മൾ ടോക്കിന് മുമ്പ് കാണിച്ചില്ലേ, അവൻ വീഡിയോ ഇട്ടേക്കുന്നു. ആണാ പൊട്ടിത്തെറികളെല്ലാം രക്തസാക്ഷിത്വം പരിവേഷത്തിലുള്ളതാണെന്ന് അവൻ പറയുന്നത്. അങ്ങനെ ചെയ്യണം, അത് വേണ്ടതാണ്. ആ രീതിയിലേക്ക് അവൻ വീഡിയോ ചെയ്ത് വെച്ചിട്ട് അവരിക്കുന്നത്. കാരണം ഈ വീഡിയോ അവനറിയാം അതിന്റെ പ്രയോജനം എത്രത്തോളം ഉണ്ടെന്ന്. അതാണ് ഇതിനെ പ്രചോദനം ചെയ്യിക്കുന്ന ആൾക്കാർ, ഇവനെ രക്തസാക്ഷിയായിട്ട് കാണുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഇവിടെ പരിശോധിച്ചാൽ പാലക്കാട്ടുണ്ട് ട്രസ്റ്റ്, കാസർഗോഡുണ്ട് ട്രസ്റ്റ്, പാലക്കാട്, തിരുവനന്തപുരം, കാസർഗോഡ് ഇവിടെ ട്രസ്റ്റുകളുണ്ട്. ഈ ട്രസ്റ്റുകളെല്ലാം പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഫണ്ടുകൾ, രജിസ്ട്രേഷൻ, ഇതിനെപ്പറ്റിയൊക്കെ പരിശോധിച്ചിട്ട് ആരൊക്കെയാണ് അംഗങ്ങൾ പരിശോധിക്കുമ്പം വേറെ കാര്യമൊന്നുമില്ല. പരിശോധിച്ച് വരുമ്പോൾ ഇവരെല്ലാം ഈ പറഞ്ഞ സർവകലാശാല എന്ത് ചെയ്തു അത് തന്നെ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ട്രസ്റ്റുകളാണല്ലോ എല്ലായിടവും. സാന്ത്വനം അറിയത്തില്ലേ, PDPFIക്കാരൻ്റെയും SDPIക്കാരൻ്റെയും ട്രസ്റ്റുകളൊക്കെ പരിശോധിച്ചിട്ടില്ലയോ? പേരൊക്കെ എന്തുവാ? സാന്ത്വനം, പിന്നെ വന്ദനം, വന്ദനം എന്നൊക്കെ പറഞ്ഞോണ്ടാണ്. എന്നിട്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് സ്നേഹം. ആദ്യമേ ഒരു കൊച്ചിനെ കണ്ടെത്തും, കൊച്ചുങ്ങളേതാ അപ്പം പഠിക്കാൻ മാർഗമില്ലാതെ കോവാലിൻ്റെ കുഞ്ഞെ പഠിക്കാൻ മാർഗം കൊടുക്കും, സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് കോവാലിൻ്റെ കുഞ്ഞിനെ വേറെ ചിലൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞാൽ കോവാലിൻ്റെ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോകും? ഈ ഉമ്മാരുടെ സാധനം ഉണ്ടായിരുന്നില്ല കാസർഗോഡും കണ്ട്, അതൊക്കെ ഇപ്പോൾ തീരി ചെയ്തു. സത്യസരണിയെ കൊണ്ടുപോകും, അടുത്ത സിറിയെ കൊണ്ടുപോകും. ഇതാ ഉമ്മാരുടെ ട്രസ്റ്റുകളുടെ പണി. അപ്പോൾ ഇപ്പോഴും ഇവിടുന്ന് വന്തളത്തുനിന്ന് വരെ കഴിഞ്ഞ ദിവസം കണ്ടു കെട്ടിയായിരുന്നല്ലോ PFIക്കാരൻ്റെ. അതുപോലെ ട്രസ്റ്റുകളുണ്ട്. ഇത് കേരളത്തിൽ 3 പിന്നെ ഇതിന് മദ്രസകളുണ്ട്, മദ്രസ സർവകലാശാല. അവിടുന്ന് എല്ലാ ഇതിൻ്റെ കെയർ ഓഫിൽ കണ്ടമാനമുണ്ട്. ഉത്തരേന്ത്യയിലുള്ളതെല്ലാം ഇപ്പോൾ പിടിച്ചോണ്ടിരിക്കുക. ഏതായാലും ഈ കൊച്ചാട്ടൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം. കാരണം ആഴത്തിൽ പഠിച്ച് ഇറങ്ങി ആണ്. ഇത് ഇത്രയും ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇവിടെ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം തലയാരാന്നറിയാം, കോൺഗ്രസ്. അന്ന് കൂടാ അവൻ കൊടുത്ത 2014 70 ഏക്കറും കൊടുത്തു, സർവകലാശാലയും കൊടുത്തു. എന്നിട്ട് അവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഭീകരവാദന്മാരെ സൃഷ്ടിക്കാനുള്ള സംവിധാനം കൊടുത്തു. ഇപ്പം നോക്കി ഒന്നുമില്ല. ഇത് ഇന്ത്യ മൊത്തം വ്യാപിച്ചു. ഇനി ഇതുപോലത്തുള്ള എത്ര സർവകലാശാലകൾ, എത്ര മദ്രസകൾ, എത്ര ഈ പറയുന്ന ഭീകര റിക്രൂട്ടർ ഏജൻസികൾ അല്ലെങ്കിൽ ഈ ട്രസ്റ്റിൻ്റെയൊക്കെ രൂപത്തിൽ ഉണ്ട് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ട് ഇതിപ്പോൾ ഇതിനകത്ത് പരിശോധിച്ച് ഇങ്ങനെ അങ്ങ് പോകും. മറ്റ് പലതും അവിടെ പമ്മി ഇങ്ങനെ ഇരിക്കും. അമ്മ പണി ചെയ്ത് കഴിയുമ്പോഴേ നോക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് വ്യാപകമായിട്ടുള്ള അന്വേഷണം, ഒരുപക്ഷെ ഇതുപോലെയുള്ളത് മറ്റു പലതും ഉണ്ടെങ്കിൽ അതെല്ലാം ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതായിരിക്കും. പിന്നെ വേറെ വാർത്ത വരുന്നുണ്ടേ. ആ വാർത്ത അത്രയും വെളിയിലോട്ട് വിട്ടിട്ടില്ലെന്നല്ല. 4 മലയാളി ഡോക്ടർമാരെ പിടിച്ചിട്ടുണ്ട്. 4 മലയാളി ഡോക്ടർമാരെ പിടിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് അതെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. 4 പേരെ പിടിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കേരളത്തിൽ നിന്നല്ല, മലയാളികളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ സ്വന്തം രാജ്യത്തിനെതിരെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടെ സങ്കല്പം അനുസരിച്ച് സ്വന്തം രാജ്യമല്ലല്ലോ ഇവിടെ നടക്കുന്ന എന്തോ ഖബീറോ എന്തോ കാഫറുകളായത് മൊത്തം. ഈ നരേന്ദ്രമോദി കാഫർ, പിന്നെ യോഗി കാഫർ, അമിത്ഷാ കാഫർ, ധന്യ കാഫർ, പ്രശാന്ത് കാഫർ. ഈ കാഫറുകളെല്ലാം കൊന്നു കഴിയുമ്പോൾ ഇവർക്ക് ഹൂറി എടുത്തോ, ഹൂറിയല്ലല്ലോ ഹൂറി, എനിക്ക് പേര് ഏറ്റിപ്പോകും കേട്ടോ. നമ്മക്കൂടെ പോണമെന്നുണ്ട്. അതാ എനിക്ക് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് നമ്മളെ കേട്ടത്തില്ല. നമ്മുടെ എന്തൊരു സംവിധാനം. നമ്മളവിടെ ചെല്ലണമെങ്കിൽ വലിയ പാട്. പിന്നെ അവിടെ ചെന്നിട്ട് ഇവന്മാർ നൂലിയെ കൂടെ നമ്മൾ നടത്തുവായിട്ട് പോയിരിക്കുക. നിസ്സാര കാര്യം. ചുമ്മാ അന്ന് ആൾക്കാർ ഈ മതം വിട്ട് മറ്റേ മതം മാൽപ്പുഴ, മദ്യപ്പുഴ, പിന്നെ ഏതാണ്ട് പഴം, മറ്റേ എന്തോ പഴം, എല്ലാ പഴവും ഭയങ്കര രുചിയുള്ള. എന്തോ ചെയ്യേണ്ടതെന്നറിയാം. ആരിന് വെട്ടി കൊന്നാൽ മതി. നമ്മളാണെങ്കിൽ എന്തോ ചെയ്താലും ഉമ്മാര് ആ നൂൽപ്പാലത്തെ കൂടെ നടത്തുക.
നമ്മുടെ ഒരു മതത്തിന്റെ തമ്മിലുള്ള വ്യത്യാസം അനുഭവിക്കട്ടെ. ചുമ്മാ ഒന്നും ആൾക്കാർ അതിനകത്തോട്ട് കയറി പോകുന്നത്. ആൾക്കാരെ വെട്ടിക്കൊന്ന സ്വർഗം കിട്ടും. ഇവിടെ ആണെങ്കിൽ എന്തോ ചെയ്താലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്നദാനം നടത്തിയാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്താലും എന്തോ കൊടുത്താലും അതിനകത്ത് പഴുതുണ്ടാക്കിയിട്ട് ഈ നൂൽപ്പാലത്തെ കൂടെ നടത്തിയിട്ട് വെള്ളത്തെ എണ്ണയ്ക്കതിടുക, പൊരിക്കുക, അടിക്കുക. നമ്മല ഇതിനകത്തൊരു പുനർചിന്തനം ഈ പറയുന്നത് പോലെ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ ഹൂറികളെ സൃഷ്ടിച്ച് ഈ മതത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇപ്പം തുടങ്ങി വെച്ചപ്പോൾ അഭിമാനിക്കാം, കേരളക്കാർക്ക് അഭിമാനിക്കാം. ഇവിടുന്ന് 4 പേരെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണ്. നാളെ വ്യക്തി പറയും. നമുക്ക് അനൗദ്യോഗികമായതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് തുറന്ന് പറയുന്നില്ല. എന്നാലും 4 മലയാളികളുണ്ട്. പിന്നെ 30 ഇന്ന് കയറിപ്പോയെന്ന് പറഞ്ഞിട്ട് അതും അനൗദ്യോഗികം കേട്ടോ. അന്നേരെ വണ്ടിയിൽ കയറി എന്നാ പറയുന്നത്. എവിടെ കയറിയാലും നമ്മൾ പിടിക്കും, അത് വേറെ കാര്യം. എന്നാലും നോട്ട് ചെയ്ത് എടുത്തുണ്ട്. ഏതായാലും 3 തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ് ഇവിടുത്തെ അവരുടെ സ്വാതന്ത്ര്യ കേന്ദ്രങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള മദ്രസകളുണ്ട്. ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ടുണ്ട്. ഈ ഡോക്ടർമാർക്ക് നടത്തിക്കൊണ്ടിരുന്ന് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ഭീകരവാദികളെ സൃഷ്ടിച്ചുകൊണ്ട് അൽഫല യൂണിവേഴ്സിറ്റി ഇപ്പം പരിശോധിച്ചപ്പോൾ യാതൊരു രീതിയിലുള്ള ഫണ്ടുകളില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഫണ്ടുണ്ട്, തുർക്കിയിൽ നിന്ന് ഫണ്ടുണ്ട്. അവർ എല്ലാ കൊല്ലവും ഇവിടെ അവരുടെ പ്രതിനിധികൾ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനത്തെ പറ്റി വിലയിരുത്തുന്നുണ്ട്. പ്രവർത്തനം എങ്ങനെ വേണമെന്ന് അവർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള അതായത് ഒരു സർവകലാശാല ഉപയോഗിച്ച് ഒരു രാജ്യത്ത് എങ്ങനെ ഭീകരവാദ പ്രവർത്തനം നടത്താം എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട്, വളരെ ദീർഘമായിട്ട്, ഇനി എന്തൊക്കെ ഇവന്മാർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി ഇതിനകത്ത് കൂടുതൽ പഠിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഏതായാലും ഇപ്പം അറിഞ്ഞതനുസരിച്ച് കേരളത്തിന് അഭിമാനിക്കാം. കേരളത്തിൽ നിന്നുണ്ട് 4 ഡോക്ടർമാരെ പിടിച്ചിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.